അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് പണം തട്ടിയതായി പരാതി. പെരിന്തൽമണ്ണയിലെ ലുമിനിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ട്രെയിനിംഗ് സെന്ററിനെതിരെയാണ് പരാതി. കോഴ്സ് പൂർത്തിയാക്കുന്നതോടെ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്നും പണം നഷ്ടപ്പെട്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ 2023-24 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത്. സെപ്റ്റംബറിൽ ഞങ്ങൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇതുവരെ ഞങ്ങൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ കോഴ്സ് നിർത്തിയിട്ട് അന്ന് കുറേ ഇഷ്യൂ ആയിട്ട് പിന്നെ 2 ദിവസത്തെ കോഴ്സ് നിർത്തിയതിന് ശേഷം ഞാൻ മൂപ്പര് CEO അവിടെ വരുന്നുണ്ട് പറഞ്ഞിട്ട് മൂപ്പരെ കാണാൻ പോയി. ആ സമയത്ത് ഞാൻ മൂപ്പരടുത്തിൻ്റെ ഫീസ് റീഫണ്ട് ചോദിച്ച സമയത്ത് മൂപ്പര് ഞാനെൻ്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാമതും പിടിച്ച് പുറത്തൊക്കെ ചെയ്ത് എന്നിട്ട് നീ പോയി കേസ് കൊടുത്തോ, ഒരുപാട് കേസുള്ള കൂട്ടത്തിൽ ഇതും കൂട്ടിക്കോളാം എന്ന് പറഞ്ഞു. എറണാകുളത്തേക്ക് വരാമെന്ന് പറഞ്ഞു. പെരിന്തൽമണ്ണ ജംഗ്ഷനിലെ സെൻട്രൽ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ലുമിനിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്കിൽ ആൻഡ് ട്രെയിനിംഗ് കേന്ദ്രത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 3 വർഷത്തെ ബിവോക് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് കോഴ്സും 2 വർഷത്തെ മെഡിക്കൽ സ്ക്രൈബിംഗ് ഡിപ്ലോമ PG കോഴ്സുകളുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്നും തങ്ങളുടെ പണം നഷ്ടപ്പെട്ടുവെന്നും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. ലുമിനിസ് ട്രെയിനിംഗ് കേന്ദ്രത്തിനെതിരെ മലപ്പുറം, പാലക്കാട്, തൃശൂർ, കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പരാതിയുമായി എത്തിയത്. 2021 മെയ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്. അതിൽ എന്നാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ക്ലാസ് തുടങ്ങിയത് 2021 ഒക്ടോബർ 10-ാം തീയതിക്ക് ശേഷമാണ്. അപ്പോൾ അത്രയും കാലം ഞങ്ങളുടെ ആ ഒരു ടൈമും വേസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 1 വർഷമായി ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട്. ഇത്രയും കാലമായിട്ട് അവർ സർട്ടിഫിക്കറ്റും ഇല്ല, അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല, റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ CPMS എന്ന് പറഞ്ഞിട്ടാണ് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാമ്പിൾ വെച്ചിട്ട് അവർ പറഞ്ഞു DPMS-ലേക്ക് കൺവേർട്ട് ചെയ്യാണ് അവർ മാറ്റുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മാറും, അതാണ് നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല, എല്ലാം ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു 100% ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നില്ല. കാരണം കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കല് വേറൊരു ഭാഗത്തും പകുതിക്കാല പ്രശ്നങ്ങളായിരുന്നു. എന്താവും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ പകുതിക്കാല ആൾക്കാരുണ്ടായിരുന്നു. പകുതിക്കാലല്ല എല്ലാവരും ഉണ്ടായിരുന്നത്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 3 സർട്ടിഫിക്കേഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. ഒന്ന് സ്ക്രൈബക്കഡ്, ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഇവരുമായി ടൈപ്പുള്ള കമ്പനിയാണ് സ്ക്രൈബക്കഡ്, അതിന്റെ സർട്ടിഫിക്കറ്റ് തരും. അതുപോലെ സ്റ്റഡ് കൗൺസിലിന്റെ വേറെ സർട്ടിഫിക്കറ്റ്, പിന്നെ NSDC അണ്ടറിലുള്ള സർട്ടിഫിക്കേഷൻ തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ബാച്ചില് ഏകദേശം 46 പേരാണ് പഠിച്ചിട്ടുള്ളത്. അതില് എല്ലാവരും ഏകദേശം സ്റ്റഡ് എക്സാം എഴുതിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. മറ്റ് സ്ക്രൈബക്കഡിന്റെ എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഓരോ കോഴ്സുകൾക്കും ലക്ഷങ്ങൾ മേടിച്ചിരുന്നു. മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിന് 100% തൊഴിൽ ഉറപ്പു നൽകിയതുകൊണ്ടാണ് പലരും കോഴ്സിന് ചേർന്നത്. പ്ലേസ്മെന്റ് വാഗ്ദാനം തട്ടിപ്പാണെന്ന് പരാതിക്കാരായ വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പൊ നമുക്കൊരു പ്ലേസ്മെന്റ് തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ സമയത്തിന് ഇപ്പം ഞാനൊക്കെ പ്ലേസ്മെന്റ് ആയ ഒരാളാണ്. ഞാൻ അഹമ്മദാബാദ് ഒരു കമ്പനിയിലായിരുന്നു. അത് മെഡിക്കൽ ബില്ലിംഗാണ് ചെയ്തോണ്ടിരുന്നത്. അവിടെ നമ്മൾ സ്ക്രൈബിംഗ് ആണ് പഠിച്ചത്. അവിടെ വേറെ ജോലിയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് നമുക്ക് +2 മാത്രം മതി, ഈ കോഴ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഹോസ്പിറ്റലിലെ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതൊക്കെ ഇവിടെ ഒരു 22,000 രൂപയ്ക്ക് ചെയ്യാവുന്ന കോഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ 2.25 ലക്ഷം കൊടുത്ത് പഠിച്ചിട്ട് അതിന് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളെ ക്യാഷ് എത്രയും പോയി. പിന്നെ റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് 1 year ആയിട്ട് നമുക്ക് വേറൊരു ജോലിക്കോ എവിടെയെങ്കിലും ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നു. പക്ഷെ അതിപ്പോ ആർക്കും പൈസ കൊടുത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അതിന് വാലിഡ് അല്ല എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലുമിനിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്കിൽ ആൻഡ് ട്രെയിനിംഗ് കേന്ദ്രത്തിന് കേരളത്തിൽ 8 ശാഖകൾ പ്രവർത്തിച്ചിരുന്നു. ഇതിൽ 6 ശാഖകൾ അടച്ചുപൂട്ടിയതായാണ് വിവരം. കോഴ്സുകൾക്ക് അടച്ച ഫീസ് തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു 1 മാസത്തിനുള്ളിൽ നിനക്ക് ക്ലാസ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഒരാഴ്ച കൊണ്ട് എന്നെ കൊണ്ട് ഒരു 35,000 രൂപ ഫീസ് അടപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് അന്വേഷിച്ചിട്ട് ഇവർ പറഞ്ഞു അവിടെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 8 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ ഫോൺ എടുക്കുമോ ഇവരൊരു മറുപടി പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവരെപ്പറ്റി ഇവരെ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നീ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ വഴക്കും അങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ ഇവരെന്നോട് പറഞ്ഞു നീ പെരിന്തൽമണ്ണയ്ക്ക് പോകണം. എൻ്റെ വീട് പത്തനംതിട്ട. അവിടുന്ന് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ കോഴിക്കോട് പോയി ആദ്യമേ ചേർന്നു. അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണയ്ക്ക് വന്ന് ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 1 മാസം കൊണ്ട് എന്നെ കൊണ്ട് 1,10,000 രൂപ ഫീസ് ഫുള്ളെ അടപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രശ്നമായപ്പോൾ ഇവരോട് ഞാൻ ഫീസ് എനിക്ക് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞു നിനക്ക് ചെയ്യാമെന്ന് നീ ചെയ്യും, നിനക്ക് ഫണ്ടും തിരിച്ചു തരത്തില്ല, നിൻ്റെ സർട്ടിഫിക്കറ്റും തിരിച്ചു തരത്തില്ല. അവസാനം സർട്ടിഫിക്കറ്റ് തരാതായപ്പോഴത്തേന് പോലീസിനെ വിളിച്ചപ്പോഴത്തേന് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയും കൂടെ ചെയ്തു. പെരിന്തൽമണ്ണ പോലീസിൽ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്.
പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐ SFI നേതാക്കൾ ഇടപെട്ടു. വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ തുക തിരികെ നൽകണമെന്നും ലുമിനിസ് ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഡിവൈഎഫ്ഐ SFI നേതാക്കൾ ആവശ്യപ്പെട്ടു. ലുമിനിസ് കോളേജുമായി ബന്ധപ്പെട്ട കോളേജിൽ പഠിക്കുന്ന 15ഓളം വിദ്യാർത്ഥികൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയെ വന്ന് സമീപിക്കുകയും അവർ നേരിടുന്ന വിഷയങ്ങൾ നമ്മോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ഫലവത്താക്കാത്ത രൂപത്തിലാണ് ആ അധികാരികൾ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത പക്ഷം അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായിക്കൊണ്ട് നിയമ നടപടികളുമായിക്കൊണ്ട് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൃത്യമായ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനും ഈ സ്ഥാപനങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് സ്ഥാപനങ്ങൾ പൂർണ്ണമായി നമുക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികളുടെ പരാതിയാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് വളരെ ഗൗരവമായി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അത് നിയമപരമായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ട ഒരു വിഷയമാണ്. ആ നിലയിൽ ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആ സ്ഥാപനവുമായി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഒരുപാട് വിഷയങ്ങൾ അവർ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്ന സാഹചര്യമുണ്ടായി. കോഴ്സിൻ്റെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ ആ വിദ്യാർത്ഥികളുടെ ഭാഗം കേൾക്കുകയും അവർ കൊടുത്ത പരാതിയിന്മേൽ അവർക്ക് എല്ലാവിധ പിന്തുണയും ഇതിനോടകം ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ഘട്ടം ഇതിൻ്റെ നിയമപരമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം, വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് എല്ലാവിധ സഹായവും സഹകരണവും ഈ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഉറപ്പുവരുത്തും. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം.